എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക്. വിളിവണ്ണ മക്കാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നടക്കുന്നൊരു വിവാദമുണ്ട്. മൊത്തത്തിൽ ഈ രാഹുലിന് പേരുള്ളവർക്കൊക്കെ ഇപ്പോൾ പ്രശ്നമാണെന്ന് തോന്നുന്നത്. സംഭവം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് പാലക്കാടിൻ്റെ MLA, അതോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ഹു കെയർസ് എന്ന് പറഞ്ഞ ആളെ കൊണ്ട് ഹൈക്കമാൻഡ് വി കെയർ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പൗഡർ കുട്ടപ്പന്മാരുടെയും പ്രസ്ഥാനമായ അദ്ദേഹത്തിൻ്റെ മാതൃപ്രസ്ഥാനം തന്നെ അദ്ദേഹത്തെ കൈവിട്ട സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ ദത്തപുത്രനാണ്, ചർച്ചകളിലൂടെ വളർന്ന ആളാണ്, റീലുകളുടെ മാസ്റ്ററാണ്, കൗണ്ടറുകളുടെ അതിഗംഭീരമായ വിസ്മയം തീർക്കുന്ന ഒരു 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 എന്താ പറയുക, വാഗ്ജാലനായി എല്ലാവരെയും ട്രോളുന്ന, എല്ലാവരെയും സർക്കാസത്തിലൂടെ പരിഹസിക്കുന്ന, എന്നാൽ തീ പോലെ പോരാളിയായി മാറുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഇന്ന് വന്നിരിക്കുന്ന അധപ്പതനം എന്ന് പറയുന്നത് വളരെയധികം വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പബ്ലിക് ഫിഗറായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള ചില കുൽസിത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ വന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സിമ്പിളാണ്. ആ മണ്ഡലത്തിൽ പല പോസ്റ്ററും ഞാൻ കണ്ടു, പാലക്കാട്ടുകാർക്കാണ് അബദ്ധം പറ്റിയത്, തൃശ്ശൂർകാർക്കല്ലാന്ന്. പാലക്കാട്ടുകാർക്ക് അബദ്ധം പറ്റി, അവർക്ക് അബദ്ധം മെട്രോമാൻ ശ്രീധരനെ തോൽപ്പിച്ചപ്പോൾ പോലും തോന്നിയിട്ടില്ല, പിന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ആ ഒരു അന്ധമായ വിസ്മയ സംഘടിത വോട്ട് ബാങ്ക് ഉണ്ട്. ഒരു ഞമ്മൻ്റെ ആളല്ലാണ്ട്, ഞമ്മൻ്റെ ആൾ കൊണ്ടുനിർത്തുന്ന ആളല്ലാണ്ട് വേറെ ഒരാളി ഒരു ജയിപ്പിക്കില്ല. ഓർക്ക് ഇനിയിപ്പോൾ ആരായാലും കുഴപ്പമില്ല, ഏത് ചങ്ങായാലും കുഴപ്പമില്ല, ഒരു എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതാ പറഞ്ഞു, മെട്രോമാൻ ഈ ശ്രീധരനെ തോൽപ്പിച്ച മണ്ഡലമാണ് വഴി. അവർക്ക് ആ ഒരു സംഘടിത വോട്ട് ബാങ്കിൻ്റെ ആ ഒരു, അതേപോലെ വിസ്മയങ്ങളുടെ ഏറ്റവും നല്ല വിഹാര ഒരു കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രത്തിൽ ഇതൊന്നും ഒരു വിഷയമല്ല, ഈ കുൽസിത പ്രവർത്തനം ഒരു വിഷയമല്ല. അത് അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ തൃശ്ശൂർകാർക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളത് കാലം തെളിയിച്ചിട്ടുണ്ട്, ഇനിയും തെളിയിക്കും. അവർ ഇനിയും വലിയ രീതിയിലാണ് അത് തെളിയിക്കാൻ പോകുന്നത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ. പാലക്കാട്ടുകാർക്ക് തെറ്റ് പറ്റിയാലും ഇല്ലെങ്കിലും കുൽസിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചുള്ള നടപടികളും കാര്യങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റീലുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുക, സെൽഫി പോസ്റ്റ് കുറച്ച് കുറയ്ക്കുക. എന്തായാലും ആ ഗതികേട് പാലക്കാടുകാർക്ക് ഉണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ തൃശ്ശൂരാണോ അയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും തിരിച്ചു പറയും കൊക്കരക്കോക്കോ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാവും. മറ്റു ജില്ലക്കാർ ഇപ്പോൾ ട്രോളുമല്ലോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർകാരെ ട്രോളണ പോലെ തൃശ്ശൂർ അതേപോലെ തിരിച്ചും ട്രോളാം. കാരണം അവർക്കൊന്നില്ലെങ്കിലും പണി അറിയാവുന്ന ഒരു MP എങ്കിലും കിട്ടി. അദ്ദേഹം അവിടെ കാര്യങ്ങൾ, വികസനപരമായിട്ടുള്ള കാര്യങ്ങളും ആ മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഇടപെടലും നടത്തുമ്പോൾ ഇവിടെ വേറെ ചില ഇടപെടലുകൾ നടത്തിയോണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ അവസ്ഥ വന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ളവരെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ പോകാൻ. അതേപോലെ തന്നെ ഈ റീൽസ് നേതാക്കന്മാരുടെ, അതേപോലെ പറമ്പിലെ മാങ്കൂട്ടത്തിൽ വർക്കിച്ചായൻ കൊണ്ടുവന്ന മാക്കുറ്റിയുമായി നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഇതൊരു ബറ്റാലിയനാണ്. അപ്പോൾ ആ ഒരു ബറ്റാലിയനെ താങ്ങി നടക്കുന്നവർ, അതേപോലെ അവരുടെ മാത്രം കമൻറ്റുകൾ വല്ല അമേദ്യം പോലെ ഉച്ചിഷ്ടവും അമേദ്യവും സേവിച്ചുകൊണ്ട് അവർ ശ്രദ്ധിക്കുന്നത് എന്തും ഞങ്ങൾ തീയായിട്ട് കൊടുത്തു, ഞങ്ങൾ അണ്ണാക്കിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നവർ, അവരൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഈ നേതാക്കന്മാരുടെ സ്തുതിപാഠകരായിട്ട് ജീവിക്കുന്ന ആളുകൾ, സ്വന്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളില്ലാതെയും അവർ പറയുന്ന ക്യാപ്സ്യൂളുകൾ വിഴുങ്ങുകയും ചെയ്യുന്നവർ മാത്രം അത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ധാർമ്മികമായിട്ടും ആദർശപരമായിട്ടും വളരെയധികം വലിയൊരു ചുമതല ഏറ്റെടുക്കുമ്പോൾ പറ്റുന്ന ചില ബാലിശമായ കാര്യങ്ങളായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്കിതിനെ ലഘൂകരിക്കാം. അപ്പോൾ ഹൈക്കമാൻഡ് വീക്കെയറാക്കിയത് വേറൊന്നുണ്ടല്ല, ഒരുപാട് തെളിവുകൾ ഇന്ന് പുറത്തു വന്നതും മാധ്യമങ്ങൾ വളരെയധികം വളഞ്ഞിട്ട് ഒരുപാട് ചർച്ചയാക്കിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതും അതേപോലെ തീരുണ്ടായിരുന്നു, പക്ഷെ തീർന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് വളരെയധികം ദിശ തിരിക്കാനുള്ള പരിപാടികളാണ്. തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ, അതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ആരോപണങ്ങൾ നമ്മളും തിരിച്ചുപയോഗിക്കുമ്പോൾ അതൊക്കെ തന്നെയാണല്ലോ. അല്ലാണ്ട് എല്ലാ തെളിവും ഉണ്ടായിട്ട് ആളെ ജയിലിൽ കയറ്റണവരൊന്നുമല്ലല്ലോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ കൊക്കരക്കോ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതും ഒരു ലിങ്കായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനെ ഇനി വാഴ്ത്താണ്ടതെങ്കിൽ വാഴ്ത്തിക്കോളൂ, ആർക്കും വാഴ്ത്താം, ഇതിനെ ഇനിയും പിന്തുടരാം. അങ്ങനെ കുറേ പോയിന്റുകൾ പിന്തുടരേണ്ടെന്ന് പറയുന്നുണ്ട്, ഇതിനെയും പിന്തുണയ്ക്കേണ്ടെന്ന് പറയുന്നുണ്ട്. പിന്തുണച്ചോളൂ, എല്ലാവിധ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്തായാലും പാലക്കാടുകാർക്ക് മെട്രോമാനെ തോൽപ്പിച്ചാലും വലിയ അബദ്ധമൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി വരാനുള്ളൊക്കെ അബദ്ധങ്ങൾ തന്നെയാണ്. ആ സംഘടിത വിസ്മയ വോട്ട് ബാങ്ക് ഉള്ളിടത്തോളം ഒന്നും പേടിക്കേണ്ട. പറമ്പിലെ കുട്ടികൾ കൊണ്ടുവരുന്നത് പറമ്പിലെ കുട്ടികളുടെ മാങ്ങമരത്തിൽ തന്നെ പൊട്ടി കായ്ച്ചോളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.